ബുധനാഴ്ച നിലവിൽ വന്ന 14 ദിവസത്തെ ഇറാൻ US വെടിനിർത്തൽ ഏതു നിമിഷവും തകർന്നേക്കാമെന്ന ആശങ്ക. ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ തുടരുന്ന പ്രഹരം അവസാനിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ നിന്ന് പിന്മാറുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഏതു നിമിഷവും ആക്രമണം പുനരാരംഭിക്കാൻ സജ്ജമാണെന്നും അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തിരിച്ചടിച്ചു. വെടിനിർത്തൽ ധാരണയിലെത്തിയ ശേഷം 270-ലേറെ പേരാണ് ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ള മേധാവി നയീം കാസിമിന്റെ പേഴ്സണൽ സെക്രട്ടറിയും അനന്തരവനുമായ അലി യൂസഫ് ഹാർഷി അടക്കം നിരവധി കമാൻഡർമാരെ വധിച്ചു. തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ആശുപത്രികൾ മൃതദേഹങ്ങളാലും പരിക്കേറ്റവരാലും നിറഞ്ഞു. അതേസമയം സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ എത്തുകയും ചെയ്യും. നാളെ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലെ സംഘവുമായി ചർച്ചയും നടത്തും. ലബനനിലെ വെടിനിർത്തൽ ഇറാൻ ഉന്നയിക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസമാണ്. ഇസ്രായേൽ ഏത് സമയത്തും യുദ്ധത്തിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം വിരൽ കാഞ്ചിയിലാണെന്നും മുന്നറിയിപ്പ് നൽകി. യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടുവെന്നും വെടിനിർത്തലിന് സമ്മതിക്കാൻ US അദ്ദേഹത്തെ നിർബന്ധിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. US തങ്ങളെ അതിശയിപ്പിക്കുകയല്ല ചെയ്തതെന്നും മറിച്ച് ഇസ്രായേലുമായി ഏകോപിപ്പിച്ചാണ് ഈ നീക്കം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ ഇസ്രായേലിന് ഇനിയും കൂടുതൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു. ഇത് നയതന്ത്രത്തിലൂടെയോ ശക്തിയിലൂടെയോ നടപ്പാക്കും. ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല, മറിച്ച് എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിലേക്കുള്ളൊരു ഇടത്താവളം മാത്രമാണ്. ഇറാന്റെ മിസൈലുകൾ മാത്രമല്ല, അവ നിർമ്മിക്കാനുള്ള കഴിവും ഇസ്രായേൽ നശിപ്പിച്ചു. ഇറാനികൾ അവരുടെ സ്റ്റോക്കിൽ അവശേഷിച്ചത് മാത്രമാണ് വിക്ഷേപിച്ചത് എന്നും നെതന്യാഹു പറഞ്ഞു. നിങ്ങൾ മികച്ചവരാണെന്ന് ട്രംപ് തന്നോട് പറഞ്ഞതായി നെതന്യാഹു അവകാശപ്പെട്ടു. എന്നും ട്രംപും താനും എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. തങ്ങളുടെ ബന്ധം നല്ലതല്ല എന്ന വിലയിരുത്തലുകൾ കേൾക്കുമ്പോൾ തങ്ങൾ പരസ്പരം നോക്കി പുഞ്ചരിക്കാറുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബുധനാഴ്ച തുറന്നിരുന്നുവെങ്കിലും ലബനനിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വീണ്ടും അടച്ചു. എന്നാൽ ശത്രു കപ്പലുകൾ ഒഴികെയുള്ളവ റവല്യൂഷണറി ഗാർഡിന്റെ അനുവാദത്തോടെ കടന്നുപോകുന്നുണ്ട്. ഇത്തരം കപ്പലുകൾക്ക് സഞ്ചരിക്കാനായി നേവൽ മൈനുകൾ ഇല്ലാത്ത സുരക്ഷിത പാത ചിത്രീകരിക്കുന്ന മാപ്പ് റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടു. ഒരു ദിവസം പരമാവധി 15 കപ്പലുകളെ കടത്തിവിടും. ഹോർമുസ് അടച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതു മുതൽ കുറഞ്ഞത് 9 കപ്പലുകൾ ഹോർമുസ് കടന്നിട്ടുണ്ട്. ലബനനിലെ ഇസ്രായേൽ ആക്രമണം വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇറാൻ പറയുന്നു. ലബനൻ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമല്ലെന്ന് USഉം പറയുന്നു. വെടിനിർത്തൽ ലബനനിലും ബാധകമാക്കണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും പറയുന്നു. ലബനനിലെ ആക്രമണം നിർത്താതെ അന്തിമ കരാറിന് തയ്യാറാകില്ല എന്നാണ് ഇറാന്റെ വാദം. കരാർ പൂർണ്ണമായും പാലിക്കുന്നതുവരെ US സേന ഇറാന് ചുറ്റുമുണ്ടാകുമെന്നും മറിച്ചായാൽ ആക്രമണം തുടങ്ങുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിജയം നേടിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ US നേടിയിട്ടില്ല. അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് ഇല്ലാതാക്കും. അതിനിടെ യുദ്ധം തുടങ്ങിയതോടെ ഇറാൻ ജനത ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂട മാറ്റമെന്ന അമേരിക്കയുടെ ആദ്യ ലക്ഷ്യം യുദ്ധം 45 ദിവസം നീണ്ടിട്ടും ഫലം കണ്ടിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി ഇസ്രായേൽ വധിച്ചെങ്കിലും പഴയ ഭരണ നേതൃത്വം തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. ഭരണ നേതൃത്വത്തെ അട്ടിമറിക്കുന്നതിനൊപ്പം ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളുടെ നിയന്ത്രണം കൈക്കലാക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. ഇറാന്റെ എണ്ണപ്പാടങ്ങളിലും എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകളിലും ബോംബിടാൻ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ അതിന്റെ എല്ലാം നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കയ്യിൽ തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്കയോട് 45 ദിവസം പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയുമെന്ന് യുദ്ധാരംഭത്തിൽ ആരും കരുതിയതല്ല. എന്നാൽ അതാണ് സംഭവിച്ചത്. തൽക്കാലത്തേക്കെങ്കിലും യുദ്ധം നിർത്തിവെക്കേണ്ടത് ഒരേപോലെ അമേരിക്കയുടെയും ഇറാന്റെയും ആവശ്യമായി മാറിയിരുന്നു. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ്. എന്നാൽ ചൈനയുടെ ശക്തമായ ഇടപെടലാണ് യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ സാഹചര്യം ഒരുക്കിയത് എന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതിനാൽ യുദ്ധം ഒരു പരിധി കഴിഞ്ഞ് നീളുന്നത് ചൈനയുടെ ഊർജ്ജ താൽപര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. യുദ്ധം തുടങ്ങുന്ന വേളയിൽ ഹോർമുസ് കടലിടുക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല. എന്നാൽ 45 ദിവസം യുദ്ധം നീണ്ടുനിന്നപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നതാണ്. ചില രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രം ആ രാജ്യങ്ങളുടെ അജയ്യത ഉറപ്പിക്കുന്നത് കൂടിയാണ്. ആ അർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്കാണ് ഈ യുദ്ധത്തിന്റെ ഇറാന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായി മാറിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.